ഒസാക്ക ഗ്രൂപ്പ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് US-ൻ്റെ എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയിലെ ഡിപ്പെൻഡൻറ്റ് വിസയെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് ആ ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ ജോളി, ഒസാക്ക എയർ ട്രാവൽസിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്. പൊതുവെ നമ്മുടെ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയിൽ ഒത്തിരി പേര് US-ൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഡിപ്പെൻഡൻറ്റ് വിസ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് പോസിബിൾ ആണോ അല്ലയോ? അതെ, അമേരിക്കയുടെ കുടിയേറ്റ നിയമം അനുസരിച്ച് എല്ലാ വർക്കേഴ്സിനും അവർക്കിടെ ഡിപ്പെൻഡൻസിനെ, അതായത് സ്പൗസിനെ, കുട്ടികളെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് ജീവിക്കാനും അവർക്ക് പഠിക്കാനും അവർക്ക് ജോലി ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഭർത്താവാണ് അവിടെ ഉള്ളതെങ്കിൽ ഇവിടെ നാട്ടിലുള്ള ഭാര്യയും കുട്ടികളും. അതെ അതെ. ഇനി ഭാര്യയാണുള്ളെങ്കിൽ ഭർത്താവും കുട്ടികളും, അല്ലാതെ അവരുടെ പാരൻസിന് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇല്ല. പേരൻസിന് ഡിപ്പെൻഡൻറ്റ് കാറ്റഗറി നോൺ എമിഗ്രൻ്റ് കാറ്റഗറിയിലില്ല, അത് കൺസിഡർ ചെയ്യില്ല. ഇല്ല ഇല്ല. ഇപ്പോൾ ഈ കുട്ടികളുടെ കേസ് എടുക്കുമ്പോൾ അവരുടെ ഏജ് ബാർ, അങ്ങനെ ഏജ് ലിമിറ്റ് വല്ലതും ഉണ്ടോ? 18 years ഓഫ്. അപ്പോൾ 18 years വരെയുള്ള കുട്ടികളെയാണ് ഡിപ്പെൻഡൻറ്റ് കാറ്റഗറിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത്. അതെ അതെ. സപ്പോസ് 18 years എബവ് ആണെങ്കിൽ അവരെ ഡിപ്പെൻഡൻറ്റ് കാറ്റഗറിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് പോസിബിൾ അല്ല. അതെ അതെ. ഇപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയിൽ ഒരു ആൾക്ക്, ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഡോക്യുമെൻ്റ് എല്ലാം വന്നു. ഇവിടെ വിസ പ്രോസസ്സിങ് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ് ഏറ്റവും ആദ്യം വരുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ തന്നെ ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകുന്ന വൈഫിൻ്റെയോ കുട്ടികളുടെ കേസുകളും ഇവരുടെ ഇതിൻ്റെ ഒപ്പം തന്നെ വിസ പ്രോസസ്സ് ചെയ്യാൻ പോസിബിൾ ആണോ അല്ലയോ? അത് 100%. ഒരു ഉദ്യോഗാർത്ഥിക്ക് അവരുടേതായ ഡോക്യുമെൻറ്റ്സ് എല്ലാം അമേരിക്കയിൽ നിന്ന് വരികയും ഉദ്യോഗാർത്ഥി അവരുടെ ഡിപ്പെൻഡൻസിന് വേണ്ടതായി മാരേജ് സർട്ടിഫിക്കറ്റ്, മാരേജ് ഫോട്ടോസ്, മാരേജിന് ആൽബം എന്നുള്ളതിനൊക്കെ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെയുണ്ട്. അതെല്ലാം തയ്യാറാക്കിയിട്ട് അവർക്ക് ഒരുമിച്ചൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് വിസ കിട്ടി ഒരുമിച്ച് അമേരിക്കയിലേക്ക് പോകാനുള്ള സൗകര്യം 100% നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞത് നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഉദ്യോഗാർത്ഥി ആരാണോ അയാളുടെ വിസ, എംപ്ലോയ്മെൻറ്റ് വിസ പ്രോസസ്സ് ചെയ്യുന്ന ഒപ്പം തന്നെ ഡിപ്പെൻഡൻറ്റ് കാറ്റഗറിയുടെയും പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ആരാണോ ഉദ്യോഗാർത്ഥി അദ്ദേഹം ഇവിടുത്തെ വിസ പ്രോസസ്സിങ് കഴിഞ്ഞ് US ചെന്ന് അവിടെ നിന്ന് സെറ്റിൽമെൻ്റ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് ഒരു 1, 2, 3 മാസത്തെ ഗ്യാപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ വൈഫാണ്, കുട്ടികളാണെങ്കിൽ അവരുടെയും പ്രോസസ്സ് ചെയ്തിട്ട് അവർക്കും പോകാം. അതിനും സൗകര്യം. അപ്പോൾ ഒരു ഇൻ്റർവൽ ഇട്ട് പോകാം, വേണമെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒപ്പം തന്നെ പോകാനുള്ള 2 ഓപ്ഷനാണ്. ഇനി നമ്മൾ ഡിപ്പെൻഡൻറ്റ് കാറ്റഗറി വരുമ്പോൾ ശരിക്കും ഇപ്പോൾ വൈഫോ അല്ലെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ ഹസ്ബൻഡോ കുട്ടികളായിരിക്കും. അങ്ങനെ പോകേണ്ട ഒരു സ്റ്റേജ് ആണ് എങ്കിൽ ഈ ആപ്ലിക്കൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വേണ്ടത്? ഇപ്പോൾ ചൈൽഡ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ? സാധാരണ ഫാമിലി ജോയിനിങ് വിസയ്ക്ക് വേണ്ടതായ മെയിൻ ഡോക്യുമെൻ്റ് തന്നെയാണ് അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇത്രയാണ് മെയിൻലി ഒരു ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുക. പ്ലസ് അമേരിക്കൻ എംബസി എപ്പോഴും ഒരു സ്ട്രെസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാരേജ് ഫോട്ടോസുകളാണ്. മാരേജ് ഫോട്ടോസ്, മാരേജ് വീഡിയോസ്. അതിന് എപ്പോഴും അഭികാമ്യം എന്ന് പറയുന്നത്, ഉചിതം എന്ന് പറയുന്നത് ഒരു മാരേജ് ആൽബം തന്നെ അവരുടെ കയ്യിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുകയും അത് നിർബന്ധമായി കൊണ്ടുപോകാനും ഞങ്ങൾ പറയാറുണ്ട്. അതൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കുന്നുണ്ട്. സാധാരണ ഒരു എംബസിക്ക് ഒരു മാരേജ് ഫോട്ടോ 1, 2 പീസ് ഓഫ് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അമേരിക്കൻ എംബസി അവരുടെ സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് മിനിമം 20 നമ്പേഴ്സ് ഓഫ് മാരേജ് ഫോട്ടോസ് എന്ന് പറയുന്നുണ്ട്. ഈ ആൽബം എന്ന് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ ആയിട്ടുള്ള ഇതാണോ അത് ഫിസിക്കൽ ആയിട്ടുള്ള? ഏത് രീതിയിലും കൊണ്ടുപോകാം. ഏത് രീതിയിലുള്ള ആൽബമോ അവരുടെ വീഡിയോ CD-കളോ അല്ലെങ്കിൽ പെൻഡ്രൈവുകളോ ഏത് രീതിയിലും കൊണ്ടുപോകാമെന്ന് ഞങ്ങളെപ്പോഴും അഡ്വൈസ് ചെയ്യുന്നതാണ്. അത് എംബസി അതിന് വാല്യൂ കൊടുക്കുന്നുമുണ്ട്. ഈ ഡിപ്പെൻഡൻറ്റ് വിസയിൽ പോകുന്ന ആളുകളെയും ഈ പറയുന്ന രീതിയിൽ എംബസി ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടോ ഇല്ലയോ? 100% ഇൻ്റർവ്യൂ എപ്പോഴും എല്ലാ കാൻഡിഡേറ്റ്സിനും നടക്കുന്നുണ്ട്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 80 വയസ്സിന് മുകളിലുള്ള ഡിപ്പെൻഡൻസ് പേരൻസിനും ഒഴിച്ചുള്ള എല്ലാ അപ്ലിക്കൻസിനും ഏത് കാറ്റഗറിയും ആയിക്കൊള്ളട്ടെ അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. നോർമലി ഡിപ്പെൻഡൻറ്റ് വിസ എത്ര ദിവസം കൊണ്ടാണ് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നത് നമുക്ക്? വിസ ഇൻ്റർവ്യൂ ഡേറ്റിലാണ് അതിൻ്റെ അപ്രൂവൽ വരിക. ഇൻ്റർവ്യൂ ഡേറ്റിൽ അപ്രൂവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ 5 to 10 ഡേയ്സിൽ തന്നെ വിസ ലേബൽ ചെയ്ത് അവർ പാസ്പോർട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് പറയുന്നത് എത്ര കാലത്തേക്കാണ് പൊതുവെ എംബസി കൊടുക്കുന്നത്? മെയിൻ എംപ്ലോയി ആയിരിക്കുന്ന മെയിൻ സ്പൗസിൻ്റെ
വിസ കാലാവധി എത്രയാണോ വിസ ആപ്ലിക്കേഷൻ വെച്ചിരിക്കുന്ന ഡേറ്റ് മുതൽ റിമൈനിങ് ഉള്ളത് അത്രയും നാളത്തേക്ക് തന്നെ വിസ അവർ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡിപ്പെൻഡൻസിനും. ഈ ഡിപ്പെൻഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹസ്ബൻഡ് പോയി ഒരു 3 വർഷത്തെ കോൺട്രാക്റ്റ് ആണെങ്കിൽ 3 വർഷത്തെ വിസ കിട്ടുന്നു ഇപ്പോൾ അങ്ങ് പറഞ്ഞു. അതെ അതെ. വീണ്ടും ഹസ്ബൻഡിൻ്റെ ഈ 3 വർഷത്തെ കോൺട്രാക്റ്റ് വീണ്ടും അത് റിന്യൂ ചെയ്ത് വീണ്ടും വിസ എക്സ്റ്റൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇവർക്കും അതേ പ്രോസസ്സ് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ? സെയിം പ്രോസസ്സ് തന്നെ ചെയ്യണം. ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് എങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ചെയ്യണം. ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഇപ്പോൾ ഐദർ വൈഫോ ഓർ ഹസ്ബൻഡ് പോവുകയാണെങ്കിൽ US ചെന്നാൽ അവർക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റിക്കുള്ള ഒരു സാധ്യതയുണ്ടോ? അത് നിയമപരമായിട്ട് ഉള്ളൊരു കാര്യമാണോ? അല്ലേ ഫാമിലി റീയൂണിഫിക്കേഷനിൽ അമേരിക്കയുടെ നിയമം അനുസരിച്ച് അവരുടെ സ്പൗസ് ഏത് സെക്സസ് ആയിക്കൊള്ളട്ടെ അവരവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാനും കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട് അവിടെ. എംപ്ലോയ്മെൻറ്റിനും ഇത് പോകാം. അതെ അതെ. ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി പോകുന്നു. ഇപ്പോൾ ഫാദറിൻ്റെ കേസിലോ അല്ലെങ്കിൽ മദറിൻ്റെ കേസിലോ 5 വർഷത്തെ കോൺട്രാക്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ കുട്ടി ഒരു 17 വയസ്സോ 18 വയസ്സിൻ്റെ അടുത്തെത്തിയ കുട്ടിയാണെങ്കിൽ അവിടെ എഡ്യൂക്കേഷൻ എടുക്കുകയും ആ എഡ്യൂക്കേഷൻ വേണമെങ്കിൽ ആ മകനോ മകളോ ആണെങ്കിൽ അവർക്കും വേണമെങ്കിൽ അവിടെ എംപ്ലോയ്മെൻറ്റ് ട്രൈ ചെയ്ത് ഒരു എംപ്ലോയ്മെൻറ്റ് വിസയിലേക്ക് കോൺട്രാക്റ്റിലേക്ക് വേണമെങ്കിൽ പോകാം. ഒരു ഉദ്യോഗാർത്ഥി ഏത് രീതിയിലാണോ അവരുടെ ഏജ് ലിമിറ്റിന് ശേഷം ചെയ്യേണ്ടത് ആ സെയിം പ്രോസസ്സ് അവിടെ കണ്ടിന്യൂ ചെയ്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർക്ക് ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയ്മെൻറ്റ് ഓഫർ കിട്ടുകയും അതിലൂടെ USCIS അമേരിക്കൻ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് നോൺ എമിഗ്രൻ്റ് പെറ്റീഷൻസ് അപ്രൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഇവർ ഇപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ നാട്ടിൽ ഒരു വിസിറ്റിന് വന്നാൽ ഇപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും ഷോർട്ട് വിസിറ്റിനാണ് വരുന്നത്. അതെ. ആ ഷോർട്ട് വിസിറ്റ് അല്ലാതെ ഒരു വിസയുടെ റൂൾ അനുസരിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ഇവിടെ നാട്ടിൽ 6 മന്ത്സിന് എബോവ് നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ നിയമപരമായിട്ട്? അതും എപ്പോഴും ഒരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിലുള്ള ഒരാൾക്ക് നോൺ എമിഗ്രൻ്റ് പെറ്റീഷൻ അപ്രൂവ് ചെയ്ത് കിട്ടിയിരിക്കുന്ന വിസയിൽ എംപ്ലോയ്മെൻറ്റ് അവിടുത്തെ ലയബിലിറ്റിയാണ്. അപ്പോൾ ലയബിലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ റീ എൻട്രിയെ പിന്നെ ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ സപ്പോസ് എംപ്ലോയർ അംഗീകരിക്കാത്ത ഒരു ലീവാണ് എംപ്ലോയി ഉദ്യോഗാർത്ഥി എടുത്തിരിക്കുന്നതെങ്കിൽ ആ പീരീഡും ആ വിസയും അതിനാൽ തന്നെ പിന്നെ ഇൻവാലിഡ് ആയി പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഒരു 6 മന്ത്സിൽ മീതെ ഇവിടെ വന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം പ്രത്യേക സാഹചര്യം ആ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടായാൽ നാച്ചുറലി അത് ഇൻവാലിഡ് ആകുന്ന ഒരു സ്റ്റേജ് വരുന്നുണ്ട്. അത് എംപ്ലോയർ അംഗീകരിക്കാത്തതാണെങ്കിൽ വിസ റിമെയിൻ പീരീഡ് നമുക്ക് ഉണ്ട് എങ്കിൽ എംപ്ലോയർ ആ പെർമിറ്റഡ് ലീവാണ് കൊടുത്തേക്കണമെങ്കിൽ ബുദ്ധിമുട്ടില്ല. അതല്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ നിയമപരമായിട്ട് ഇപ്പോൾ അവിടെ ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഇപ്പോൾ മക്കളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഏത് തരത്തിലുള്ളൊരു എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള ഡിപ്പെൻഡൻറ്റ് കാറ്റഗറിയിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ എടുക്കുന്നതിന് ഏതെങ്കിലും പ്രായോഗികമായ തടസ്സം? ഒരു ബുദ്ധിമുട്ടില്ല. ഏത് എഡ്യൂക്കേഷൻ അവിടെ ചെയ്യാം, എടുക്കാൻ പറ്റണം, ബുദ്ധിമുട്ടില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയിൽ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചുള്ള ഏറെ ആശങ്കകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. US പോകുമ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയിൽ പോകുമ്പോൾ കുട്ടികൾ എത്ര ഏജ് വരെ ഉള്ള കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയും? ഇനി ഡിപ്പെൻഡൻറ്റ് കേസിൽ പോകുന്ന ആളുകൾക്ക് അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് പ്ലേസ്മെൻറ്റിനുള്ള സാധ്യതയുണ്ടോ? അത് നിയമപരമാണോ? ഇങ്ങനെയുള്ള ഏറെ വിഷയങ്ങളിൽ വളരെ വ്യക്തതയാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ കൂടെ ശ്രീ ജോളി നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകം നമ്മുടെ സന്തോഷവും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു സർ.